പിന്നെ വിളിക്ക. എടാ നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, നീ വേറൊന്നും ചിന്തിക്കണ്ട, ഞാൻ പോവാൻ നോക്ക്. എടാ ഇത്ര നാൾ കൂടി കിട്ടിയ പ്രോഗ്രാമാന്നറിയോ? എടാ നീ ഈ പ്രോഗ്രാം നോക്കിയിരുന്നു ഇവിടെ ഈ ചൊറിയും കുത്തിയിരിക്കുള്ളൂ. ആ ജയരാജിന്റെ ഒക്കെ നല്ല പൂത്ത കാശുണ്ട്, പറ്റുമെങ്കിൽ ഏലം പിടിച്ച് കുറച്ച് ചില്ലറ ഉണ്ടാക്കാൻ നോക്ക്. എടാ അയാള് പിന്നെയും വിളിക്കണം. ഹലോ ഹലോ നന്ദു, കുറെ നേരമായാലും ഞാൻ ട്രൈ ചെയ്യണം. ഇപ്പൊ വരുമല്ലോ അല്ലേ? അതെ, ഞങ്ങൾക്ക് ഒന്ന് രണ്ടിടത്ത് പോവാനുണ്ട്. അപ്പോ കാറിന്റെ താക്കോൽ ഞാൻ മോളുടെ കൊടുത്തേക്കാം. ആ സാർ ഞാൻ വരാം. ആ ശരി. എന്താടാ ആ വട്ട് പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടൊക്കെ കെട്ടിയെടുക്കണോ? പറ്റില്ല, ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോയിന്റ്മെന്റ് 1-2 ദിവസം അങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ദെൻ ബൈ. അല്ല എങ്ങോട്ടാണോ മാഡം? ജെ ടീച്ചറിന്റെ വീട്ടിലേക്ക്. ജെ ടീച്ചറാ? എടോ കലാകേന്ദ്രത്തിലെ ജെ ടീച്ചർ. അതിനങ്ങോട്ട് കാറൊന്നും പോവില്ല, നടന്നു തന്നെ പോണം. കൊറേ നേരമായല്ലോ നടത്തിക്കണം. ഞാൻ പണ്ട് പോയിട്ടുള്ള ഈ വഴിയൊന്നും അല്ലല്ലോ. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ ഇതാ വഴി. എനിക്കിത് നടക്കാൻ വയ്യ. വേഗം നടന്നാ വേഗം വീട്ടിൽ പോവാം. ഇനി 2-3 കിലോമീറ്റർ പോവാനുണ്ട്. മതി, മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റുന്ന വഴിയുണ്ടോ ഞാൻ നോക്കട്ടെ. അത് അയ്യോ അയ്യോ അയ്യോ, ഞാൻ നേരെ പറഞ്ഞല്ലേ. ഇനി നടന്നാ നമുക്ക് അന്താരത്തിന് പോകുന്നുള്ളൂ.